ബെന്നി, ഡാഡി വരുന്നു. വരട്ടെ. ബെന്നിയെ കാണാൻ എന്റെ ഡാഡി വരുന്നു. വന്നോട്ടെന്നേ. പാവം. അയ്യോ, സോറി, ഞാൻ അറിയാതെ മുറി വൃത്തിയാക്കിപ്പോ മനഃപൂർവ്വം. സാരില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇതൊന്ന് പിടിച്ചിറക്കണേ. ഞാൻ പിടിക്കാം. ഇതൊന്ന് പിടിച്ചിറക്കേ. അയ്യോ, എന്തൊരു വെയിറ്റ്. ആ കിളവൻ വരുന്നതിന് മുമ്പ് വേണം. നിങ്ങൾ ആരെയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. ആരെ? ആ പെണ്ണിന്റെ തന്ത. ഏത് പെണ്ണിന്റെ? ആഹാ, അപ്പൊ നിനക്ക് വേറെയും പെണ്ണുണ്ടല്ലേ? പുള്ളിക്ക് ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ലേ? അതിവിടെ എനിക്ക് മാത്രമല്ലല്ലോ. ആരാണ് അത്? ഡാഡി, ഡാഡി, ഡാഡി. എന്താണ് ബഹളം? അല്ല, ബഹളം. ഡാഡിയാ. ഡാഡിക്ക് നല്ല സുഖമില്ല. 15 വർഷം ഞാൻ പട്ടാളത്തിലായിരുന്നു. അതിനുശേഷം 1.5 വർഷം ആശുപത്രിയിലായിരുന്നു. മെന്റൽ ഹോസ്പിറ്റൽ നേഴ്സായിരുന്നു. നേഴ്സല്ല, ഡോക്ടർ. ഡോക്ടർ ഡോക്ടർ അല്ല മോനെ, സെക്യൂരിറ്റി ഓഫീസർ. സെക്യൂരിറ്റി ഓഫീസർ തന്നെയാണല്ലോ ഡോക്ടർ. ഏത് മെന്റൽ ഹോസ്പിറ്റലായിരുന്നു? അഹമ്മദാബാദ്. കാക്കനാട്. അവിടുത്തെ സെക്യൂരിറ്റിയോട് അന്വേഷിച്ചാൽ അറിയാൻ കാര്യം. ഫോൺ വന്ന് എനിക്കാ. ഹലോ, അതെ, ആർട്ടിസ്റ്റ് ബെന്നിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ട്രങ്കോളോ കൊടുക്ക്. ബാംഗ്ലൂരിൽ നിന്നാണേ. ആർട്ടിസ്റ്റാ, എപ്പോഴും ഫോൺ വരും, വലിയ ശല്യ. ആ, പെയിന്റിംഗ് ഫിനിഷ് ആയിട്ടില്ല. നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ എങ്ങനെയാ? ഞാൻ വളരെ ബിസിയാണ്. 10-15 ഓർഡർ പെൻഡിങ്ങിലുണ്ട്. ആ, തൽക്കാലം നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ കൊടുത്തുവിട്. ആ, ഓ, എക്സിബിഷന് പെയിന്റിങ്ങോ? പെയിന്റിംഗ് ഇല്ല, തൽക്കാലം കലണ്ടർ നോക്ക്. കോഡ്ലെസ് ഫോണാണ്. കോഡ്ലെസ് ഫോണാണ്. നിങ്ങൾ പിന്നെ വിളി. അമ്മയില്ലേ? ഇത്ര ഒപ്പിച്ച പാട് തന്നെ എനിക്ക് അറിയാം. അല്ല, അമ്മയുണ്ട്. അമ്മ മാർക്കറ്റിൽ പോയിരിക്കും. ഏത് മാർക്കറ്റിൽ പോയിരിക്കും? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചു. അങ്ങനെ പറയരുത്. ഒരു കുറ്റി പുട്ടെങ്കിലും അങ്ങനെ കഴിക്കണം. ഒരു കുറ്റിപ്പെട്ട് എന്തോ ചെയ്യാനാ? ഇഷ്ടം പോലെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പിന്നെ കഴിക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഡൈനിങ് റൂമിലോട്ട് പോവാം. താങ്ക് യു. ഒരുപാട് ഐറ്റംസ്. ഇങ്ങോട്ടിരുന്ന നീയല്ല വാതിൽ തുറന്നിട്ടത്? ഞാനല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നതായിരിക്കും. ഞാൻ ഇപ്പൊ വരാം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. സാരില്ല, ഇനി ഒരിക്കലാവാ. ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക്സ്. സോറി. ഡാഡി എന്തായി പറയുന്നേ? യെസ്, ഞാൻ അവിടെ ചെന്നപ്പോ ഉണ്ടായ സംഭവങ്ങളാ. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. അപ്പൊ മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞതോ? അത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഡാഡിക്ക് തെറ്റിയതാ. അല്ല മോളെ, ഞാൻ പറയുന്ന കേൾക്ക്. നിന്റെ ജീവിതം ഇങ്ങനെ ഒരു ഭ്രാന്തന്റെ കൂടെ നടന്ന് സ്പോയിൽ ചെയ്യാനുള്ളതല്ല. ബെന്നിക്ക് ഭ്രാന്തില്ല. എനിക്ക് സംശയം ഭ്രാന്ത് നിനക്കാണെന്നാണ്. ഡാഡിക്കാ ഭ്രാന്ത്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ മോൾ ഇപ്പൊ ഡാഡി പറയുന്നത് കേക്ക്. നോ, എനിക്ക് ഡാഡിയുടെ അഡ്വൈസ് വേണ്ട. എന്ത് വേണം? ഭീം സിംഗിനെ ഒന്ന് കാണണം. വാടക കൊലയാളിയ ഭീം സിംഗിനാണോ കാണാൻ? ചോദിച്ച കേട്ടില്ലേ? അതെ. എന്തിനാ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. കാര്യം ഞാൻ ഭീം സിംഗിനോട് നേരിട്ട് പറഞ്ഞോളാം. വരൂ, ഇരിക്ക്.
എത്ര പേരെ കൊല്ലണം? 2 3? ആരെയും കൊല്ലണ്ട. പിന്നെ ഒരുത്തന്റെ കൈയും കാലും തല്ലി ഓടിക്കണം, അത്രേ ഉള്ളൂ. സാധ്യമല്ല. ഏ? കൊലപാതകത്തിൽ കുറഞ്ഞ് യാതൊരു ബിസിനസ്സും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് പോവാം. അങ്ങനെ പറയരുത്. ഹലോ, ഭീംസിംഗ് ഹിയർ. വെരി ഗുഡ്, വെരി ഗുഡ്. പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവശിഷ്ടം പെട്ടിയിലാക്കി അവന്റെ പേരിൽ ഇന്നത്തെ ഫ്ലൈറ്റിൽ തന്നെ ബോംബെക്ക് അയക്കണം. ബോംബെ അധോലോകം ഞെട്ടി വിറയ്ക്കട്ടെ. ഭീംസിംഗ് ആരാണെന്ന് അപ്പൊ അവൻ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ പോയില്ലേ? കൊല്ലണ്ട, എത്ര കാശ് വേണമെങ്കിലും തരാം. അവനെ ഇവിടെ നിന്ന് തല്ലി ഓടിച്ച് തന്നാ മതി. കൊലപാതകം ഈസിയാ. കൊന്നു കഴിഞ്ഞ് ആരാണ് കൊന്നതെന്ന് ശവം എഴുന്നേറ്റ് പറയില്ലല്ലോ. പക്ഷെ തല്ലുകൊണ്ടവനെ തല്ലിവനെ തിരിച്ചറിയാൻ പറ്റും. എന്നാ പിന്നെ കൊലപാതകം തന്നെ ആവാം അല്ലേ? ആ, അങ്ങനെ വഴിക്ക് വാ. ആളിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആരെ? കൊല്ലേണ്ട ആളിനെ കൊണ്ടുവന്നിട്ടുണ്ടോന്ന്. ഇല്ല. ഫോട്ടോ? ഡമ്മി? ഉം. പിന്നെങ്ങനാ കൊല്ലുന്നേ? ആളിനെ കാണിച്ചു തരാം. ഓക്കെ, സത്യസന്ധമായി ബിസിനസ് നടത്തുന്നവനാണ് ഞാൻ. ഫീസല്ല, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ തരുന്നത് ഞാൻ വാങ്ങും. മേശപ്പുറത്ത് വെച്ചോളൂ. മനസ്സിലായില്ല. കാണും. What is that? That is what? Okay. Get up. Thank you. No mention, please. ഈ മേശ മാറ്റണം. മേശ. ഹലോ ഹലോ ഹലോ, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. പറയുമ്പോ എടുത്താ മതി. ചായ എടുക്കട്ടെ? എടുക്കണ്ട. ഇല്ല, വേണ്ട. അപ്പോഴേ ഫോളോ മീ. Yeah. എന്ത് തോന്നുന്നു? ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോഴേ ഞങ്ങളൊരു TV സീരിയലിന്റെ ആൾക്കാരാണ്. ഞാൻ സുന്ദരം പിള്ള പ്രൊഡ്യൂസർ, സാറാണ് ഡയറക്ടർ ഗിരീഷ് പുരി. കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാ കേൾക്കണ്ട. ഈ വീട് ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വേണം. അപ്പോ ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഹോട്ടൽ വെച്ച് സംസാരിക്കാം. ഓക്കെ? ഹോട്ടൽ പീകോക്ക്. എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു.
നമ്മൾ വീട് ഫിക്സ് ചെയ്തില്ലേ, അതിന്റെ ഉടമസ്ഥരാ. ഇരിക്കൂ. വേണ്ട, ഞങ്ങളിവിടെ നിന്നോളാം. അഭിനയിക്കാൻ അറിയാമോ? ഇല്ല. ആദ്യമായിട്ട് അഭിനയിക്കാൻ അറിയില്ലെന്നൊരുത്തം പറയുന്നത്. അതുകൊണ്ട് ഇവര് മതി ഫിക്സ്. ഓക്കെ, ഞങ്ങളുടെ TV സീരിയൽ അഭിനയിക്കാൻ നിങ്ങളെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. ഹലോ, റിസപ്ഷൻ അല്ലേ? ആ, ഞാൻ സുന്ദരമളയാണ്. ആ പുറത്ത് കൂടി നിൽക്കുന്നവരെല്ലാം പറഞ്ഞയച്ചേക്ക്. ഞങ്ങൾക്ക് ആവശ്യമുള്ളവരെ കിട്ടിക്കഴിഞ്ഞു. യുവർ ഗുഡ് നെയിം പ്ലീസ്. ഗുഡ് നൈറ്റ്. പേര് വാണു. വാണു? വേണു. ഓ, വേണു. ബെന്നി. കേശു. കെ ഇനിഷ്യൽ ആയിരിക്കും. കേശവൻ നായർ. കെ ശവൻ നായർ. ഗ്ലാഡ് ടു മീറ്റ്. ഗ്ലാഡ് ടു മീറ്റ്. കൃഷ്ണ. ശ്രീകൃഷ്ണ. ഓ മൈ ഗോഡ്. യെസ്. ബ്യൂട്ടിഫുൾ പീപ്പിൾ. താങ്ക്സ്. അഡ്രസ് എഴുതുക. നമ്പർ 20/148, വൃന്ദാവൻ സ്ട്രീറ്റ്, സുഭാഷ് നഗർ, കൊച്ചിൻ 12. ഇനി നമുക്ക് അഭിനയത്തിലേക്ക് കിടക്കാം. ഞാൻ പറയുന്ന ഡയലോഗ് അതുപോലെ നിങ്ങൾ പറയണം. പണ്ടാരം കാണുന്നില്ലല്ലോ. പണ്ടാരം കാണുന്നില്ലല്ലോ. അതല്ല പറഞ്ഞത്. നിങ്ങളോട് ഞാൻ പറയുമ്പോൾ പറഞ്ഞാൽ മതി. Stop it. എന്റെ അമ്മേ. അതും പറയണോ സാറേ? ഒന്നും പറയണ്ട. അയ്യോ. അതെ, സാറ് പറയുമ്പം പറഞ്ഞാൽ മതി. ഇനി എനിക്ക് പറയാമല്ലോ. ഡയലോഗ് നന്നായിട്ടുണ്ട്, തൃപ്തിയായി. സ്റ്റണ്ട് അറിയാവോ? കാണിക്കണ്ട, ഞങ്ങൾക്ക് അറിയില്ല സാർ. എന്നാ പഠിക്കണം. നാടൻ സ്റ്റണ്ട് മതിയോ? അത് പോരാ. കളരി, കരാട്ടെ, കുങ്ഫു, കൂടോ, ജൂഡോ, റോപ്പ് ക്ലൈംബിംഗ്, ഡൈവിംഗ്. ഡ്രൈവിംഗ് എനിക്കറിയാം സാർ. ഡ്രൈവിംഗ് അല്ല, ഡൈവിംഗ്. നാളെ മുതൽ പഠിക്കാൻ തയ്യാറായി. അഡ്വാൻസ് കൊടുത്തേക്ക്. ഈ പാരയും പിക്കാസും ഒക്കെ എന്തിനാ? അതൊക്കെ പണിയായുധങ്ങളാ. കൃഷിയാന്നോ പണി? അത് ഈ ഷൂട്ടിങ്ങിന് ആവശ്യമായ സ്റ്റണ്ടിന്റെ സാധനങ്ങളാണ്. ഈ കാശ് തിരിച്ചു തരേണ്ടി വരുമോ? വേണ്ട, അത് നിങ്ങൾക്ക് അഡ്വാൻസ് തന്നതാ. ഇഷ്ടം പോലെ ചെലവാക്കാം. അപ്പൊ നാളെ തുടങ്ങി രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കഠിനമായ പരിശീലനം. ഓക്കെ? ആ മുണ്ടു മടുത്ത് കെട്ടിയ എല്ലാരും അടുത്ത് കെട്ടിയിട്ടുണ്ടല്ലോ. അതല്ല, വെളുത്തിട്ടെ മുടി ധാരാളം ഉണ്ടായി. മുടി വളർത്തി. മുടി വളർത്തിയ വെളുത്ത കിട്ടി. മുൻവശത്തെ മുറിയുടെ 2 വശങ്ങളിലായി നിങ്ങൾ ഒളിച്ചു നിൽക്കണം. സന്ധ്യയാകും അവര് വരുമ്പോ. വന്നു കയറിയാലുടനെ ലൈറ്റ് ആവാം. അത് ഞാൻ നോക്കണം. സംശയ ഇരുട്ട് താഴെ എങ്ങനെ മനസ്സിലാവും? കയ്യിൽ ടോർച്ചില്ലേ, അത് ഉപയോഗിക്കുക. അറ്റാക്ക് ചെയ്യാനുള്ള സമയം കൃത്യമായിട്ട് അറിയാലോ. ജിഹാ, ഉറങ്ങിക്കളയരുത്. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണം. അതിന് എണ്ണ എടുത്തിട്ടില്ല. ചുപ്രേസല്ലേ മേ ക്യാ കാകത്താ ഹേ കി സോറി. അവർ ചില്ലറക്കാരല്ല. നമ്മുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് കനത്ത സുരക്ഷാ ഏർപ്പാടുകൾ ചെയ്തിരിക്കുകയാണ്. അവനെ തട്ടാൻ മറ്റു മാർഗങ്ങൾ കണ്ടെത്തണം. ചലോ.
നീയല്ലേ തെങ്ങി കയറാൻ മിടുക്കൻ, നീ കയറ. അയ്യോ എനിക്ക് അറിഞ്ഞൂടാ. ചേട്ടൻ കേറ്, ചേട്ടൻ കേറ്. ഈസിയാണ്, കേറ്. ഞാൻ മുമ്പ് തേങ്ങ തന്നെയായിരുന്നു. നീ കേറ്, നീ കേറ്. കേറടാ. കേറിക്കോ. തച്ചോളി ഉദയനൻ കച്ച കെട്ടുമ്പോ ഇതുപോലെ തേങ്ങ വീഴും. അല്ലടാ പാരമ്പര്യം. ആ നോക്കണ്ട, കേറിക്കോ. കേറിക്കോ. നല്ല മനോഹരമായ വരം കേട്ട അത്യുന്നതങ്ങളിലേക്കുള്ള പ്രയാണം. സംഗീതത്തിൽ രാഗത്തിന്റെ ആരോഹണം പോലെ തോന്നുന്നു. രാഗത്തിന്റെ മേളിൽ ചെന്ന് പിടി വിട്ടുകളയരുത്. ആ എത്തിപ്പോയി, എത്തിപ്പോയി, മുകളിലെത്തിപ്പോയി. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. പഴയ സ്വഭാവം മറന്നില്ലല്ലേ? അങ്ങനെ ഒരുത്തൻ രക്ഷപ്പെട്ടു. ഇല്ല, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കൈവിടണം. ആണോ? ആ. അയ്യോ, ഏയ് ഇനി ആ കയർ തൂങ്ങി ഈ തെങ്ങിലേക്ക് വരൂ. നിങ്ങൾ സർക്കസ് കളിപ്പിക്കുവാണോ? കഴുത ഈ തെങ്ങിലേക്ക്. എന്തു പറ്റി? ഏണി കൊണ്ടുവരണോ? ഞാൻ പ്രപഞ്ചത്തിന്റെ മറുവശം കാണുന്നു. വാട്ട്? തലയിറക്കം വല്ലോന്ന് തോന്നുന്നുണ്ടോടാ? ഇല്ല, ദീർഘദർശം. ട്രെയിൻ അപകടം. അളിയ, കൊല്ലത്തിനടുത്തുള്ള ആ കായലിന്റെ പേരെന്താണ്? കായൽ, കൊല്ലക്കായൽ. ആ കായലിലേക്ക് ഒരു തീവണ്ടി മറിയും. ഐഡിയ. ബെന്നി, നീ ഇപ്പൊ താഴെ വീഴുമെന്നൊന്നും ദീർഘദർശത്ത് കാണുന്നില്ലല്ലോ. ഇല്ല, ട്രെയിൻ അപകടം മാത്രമേ കാണുന്നുള്ളൂ. എങ്കിലവിടെ ഇരിക്കേ. നമുക്ക് കഥ ആ വഴിക്ക് തിരിച്ചു വിട്ടാലോ? ഗുഡ്. ഇപ്പൊ പകലൊന്നും ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ജോലി തിരക്കായിരിക്കും. ഇന്ന് രാവിലെ നിങ്ങൾ അന്വേഷിച്ച് ആരോ വന്നിരുന്നു. ഞാനൊന്ന് അകത്ത് പോയി തിരികെ വന്നപ്പോ ആളെ കണ്ടില്ല. ഇന്നലെ ആരോ വീടിനടുത്ത് നിൽക്കുന്നത് കണ്ടെന്ന് അമ്മ പറഞ്ഞു. അയ്യോ, വരട്ടായിരിക്കും. നല്ല തടിയുള്ള പൊക്കമുള്ള താടി വെച്ച ഒരാളാണോ? മെലിഞ്ഞ് ഉയരം കുറഞ്ഞ ഒരാളാ. അപ്പൊ വലട്ടനല്ല. അമ്മ വരുമ്പോ ഈ കീ ഒന്ന് കൊടുത്തേക്ക്. ഇനി പ്രാന്താശുപത്രിയിൽ നിന്ന് സെക്യൂരിറ്റിക്കാരെങ്കിലും ആയിരിക്കും. ഏയ്, മെലിഞ്ഞ് ഉയരം കുറഞ്ഞ ആളെന്നല്ലേ പറഞ്ഞത്? സുന്ദരംപിള്ള സാറോ ഗിരീഷ് പുരി സാറോ വല്ലതും ആയിരിക്കും. ഏയ്, അവരായിരിക്കില്ല. അവർക്ക് നമ്മൾ ട്രെയിനിങ്ങിന് പോയിരിക്കാന്നുള്ള വിവരം അറിയാമല്ലോ. പിന്നതാര്? എന്റെ ബലമായ സംശയം ആരോ നമ്മളെ തിരക്കി വന്നതാണെന്ന്. ഉറങ്ങി. യെസ്, ഉറങ്ങി. ആദ്യം ആണി കടിച്ചിടണം, എന്നിട്ട് എണ്ണണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 എണ്ണുന്നതിന് മുമ്പ് ഇറങ്ങിയിരിക്കണം. ഓക്കെ? ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.